കാഞ്ഞങ്ങാട് അരയിൽ ശ്രീനിവാസന്റെ ഗൾഫ് യാത്ര മൂന്നാം തവണയും മുടങ്ങി. ആദ്യ തവണ പാസ്പോർട്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മാറിപ്പോയതിനാലാണ് യാത്ര മുടങ്ങിയത്. ശരിയാക്കിയ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാതിരുന്നതിനാൽ രണ്ടാം തവണ മുടങ്ങിയ യാത്ര മൂന്നാം തവണ മുടക്കിയത് യുദ്ധമാണ്. ജീവിത പ്രയാസങ്ങൾ മറികടക്കാനാണ് കാഞ്ഞങ്ങാട് അരയിലെ ശ്രീനിവാസൻ കടൽ കടക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആദ്യ തവണ കേസുള്ള മറ്റൊരു ശ്രീനിവാസൻ അപരനായി വന്ന് യാത്ര മുടക്കി. പിന്നീട് അത് തിരുത്തിയെങ്കിലും ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയതിനാൽ രണ്ടാമതും യാത്ര മുടങ്ങി. എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന ആശ്വാസത്തിലായിരുന്നു മൂന്നാമതും ശ്രീനിവാസൻ വിമാന ടിക്കറ്റ് എടുത്തത്. തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളം വഴി ദുബായിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചത്. ഇതിനിടെയാണ് ഇറാനിൽ US ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. യുദ്ധം കനപ്പെട്ടതിനെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി. ഇതോടെ ശ്രീനിവാസന്റെ ഗൾഫ് സ്വപ്നം വീണ്ടും പൊലിഞ്ഞു. തൊഴിൽ തേടി വിദേശത്ത് പോകാനാവാതെ കുടുങ്ങിയ ആയിരക്കണക്കിന് യാത്രക്കാരിൽ ഒരാളായി മാറി ശ്രീനിവാസനും. പഴയ പാസ്പോർട്ട് പുതുക്കുമ്പോഴാണ് ഈ സംഭവമെല്ലാം ഈ കേസെല്ലാം മാറി വന്നത്. ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇതില്ലാന്നുള്ളത്. സാമ്പത്തികമെല്ലാം ഇപ്പോൾ കുറേ സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് ശരിയാക്കാനാണ് ഞാൻ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. അവസ്ഥ ഇപ്പോൾ തുറന്ന് കിട്ടിയാലും നമുക്ക് പോകണം തന്നെയല്ലേ എൻ്റെ ഇത്. ജീവിതമാർഗം വഴി മുട്ടിയെന്നുള്ളൊരു ഇതന്നെയല്ലേ പ്രദേശം. യുദ്ധം എന്ന് തീരുമെന്നോ തൻ്റെ യാത്ര എന്ന് തുടങ്ങാനാവുമെന്നോ ശ്രീനിവാസന് അറിയില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ തന്നെ. വിമാന ടിക്കറ്റിനും മറ്റുമായി 1,00,000-ലധികം രൂപ നഷ്ടപ്പെട്ടു. ഗൾഫ് മേഖലയിലേക്ക് തൊഴിൽ തേടി പോകുന്ന നിരവധി പേരുടെ ഉപജീവനമാണ് യുദ്ധം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങളും യുദ്ധവും പ്രതിസന്ധിയിലാക്കിയ ഒരു ജീവിതമാണ് ശ്രീനിവാസൻ്റേത്. ശ്രീനിവാസന് ഇതും മറികടക്കാൻ കഴിയട്ടെ. ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിക്കൊപ്പം കാഞ്ഞങ്ങാട് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.